തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുമെന്ന് ആവർത്തിച്ച് കെ.ടി. ജലീൽ എം.എൽ.എ. അധികാരം ആഗ്രഹിക്കുമ്പോഴാണ് പലതും കോംപ്രമൈസ് ചെയ്യേണ്ടി വരിക. അധികപ്പറ്റായി എവിടെയും നിൽക്കില്ലെന്നും പാർട്ടി ആവശ്യപ്പെട്ടാൽ തൻ്റെ സേവനം നൽകുമെന്നും കെ.ടി. ജലീൽ 24-നോട് പറയുന്നു. കെ.ടി. ജലീൽ എം.എൽ.എയുടെ സ്വർഗസ്ഥനായ ഗാന്ധിജി എന്നുള്ള പുസ്തകത്തിന്റെ പ്രകാശനം ഇന്നാണ്. രാവിലെ 10 മണിക്ക് ജോൺ ബ്രിട്ടാസ് എം.പി.യാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. രാഷ്ട്രീയ കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന നിരവധി വിഷയങ്ങൾ ഇതിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ എം.എൽ.എയുടെ സജീവ രാഷ്ട്രീയത്തിൽ നിന്നുള്ള പിന്മാറ്റവും അതിന്റെ കാരണവുമെല്ലാം ഇതിലുണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതാണ് സജീവമായിട്ടുള്ള രാഷ്ട്രീയത്തിൽ പിന്മാറ്റമാണ്? എന്താണ് ഉദ്ദേശിക്കുന്നത്? രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുക എന്ന് ഞാനതിൽ പറഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുന്നു. ഇനി മത്സരിക്കാനില്ല എന്നാണ്. അതിന് ചില കാരണങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ആ കാരണങ്ങൾ അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്ര വർഷം താങ്കൾ CPM സഹയാത്രികനായി തുടർന്നിരുന്നു. ഒരുപാട് സ്ഥാനങ്ങളൊക്കെ വഹിച്ചിരുന്നു, മന്ത്രിസ്ഥാനം അടക്കം വഹിച്ചിരുന്നു. അപ്പോൾ CPM ആവശ്യപ്പെടുമ്പോൾ പിന്തുണ നൽകുന്നു പറയുമ്പോൾ അല്ലെങ്കിൽ സഹായിക്കുന്നു പറയുമ്പോൾ അതെന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ല, പാർലമെന്ററി രാഷ്ട്രീയം മാത്രമല്ലല്ലോ രാഷ്ട്രീയ പ്രവർത്തനം. പദവികളില്ലാത്ത എത്രയോ ആളുകൾ, കോടാനുകോടി മനുഷ്യർ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് നമ്മളുടെ രാജ്യത്ത്. അപ്പോൾ നമ്മളുടെ പ്രഭാഷണം അല്ലെങ്കിൽ എഴുത്ത്, പൊതുയോഗങ്ങൾ, അങ്ങനെ പാർട്ടിക്ക് നമ്മളുടെ സേവനം വേണം എന്ന് പാർട്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആവശ്യപ്പെട്ടാൽ അത് നൽകുക തന്നെ ചെയ്യും. എവിടെയും നമ്മളൊരു അധികപ്പറ്റാകണം എന്ന് ഞാൻ ഒരിക്കലും അത് ജീവിതത്തിലുടനീളം അങ്ങനെ ഒരു അധികപ്പറ്റായിട്ട് എവിടെയും നിൽക്കണമെന്ന് ഞാൻ ഇന്നുവരെ ആഗ്രഹിച്ചിട്ടില്ല. ഇപ്പോൾ ഈ PV അൻവർ എം.എൽ.എ. പാർട്ടിയെ ആകെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലേക്ക് താങ്കൾ പോവില്ല എന്ന് തീർത്തു പറയാനാകുമോ? അത് 4:30 മണിക്കല്ലേ. ഞാൻ ഇനി അധികാര പദവി വേണ്ട എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഒരാളുടെയും ഒരു തരത്തിലുള്ള പിന്തുണയോ, നമ്മളിപ്പോൾ അധികാരം ആഗ്രഹിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ പലതും കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പം അങ്ങനെ ഒന്നും ഇല്ലാതെ ഇനി ഒന്നും വേണ്ട, എനിക്കോ എൻ്റെ മക്കൾക്കോ എൻ്റെ കുടുംബാംഗങ്ങൾക്കോ ഒന്നും ഇനി അത്തരത്തിലുള്ള ഒന്നിൻ്റെയും ആവശ്യമില്ല എന്ന പൂർണ്ണ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പത്രസമ്മേളനം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് നിലപാട് സ്വീകരിച്ചാലും എനിക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല എന്ന ഒരു ബോധ്യം ഈ പത്രസമ്മേളനത്തിനുണ്ട് എന്നുള്ളതാണ്. മുൻ പത്രസമ്മേളനങ്ങളെ അപേക്ഷിച്ച് ഈ പത്രസമ്മേളനം വ്യത്യസ്തമാണ് എന്ന് ഞാൻ പറയുന്നത്.